ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ്. നമ്മൾ പ്രോബ്ലംസ് നോക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി. കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഫോർമാറ്റ് പഠിച്ചായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എൻട്രീസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് കാര്യം നല്ലപോലെ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇനിയുള്ള ഓരോ വീഡിയോസിലും പ്രോബ്ലംസ് ഇടുമ്പോൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ വീഡിയോയിലെ ഫോർമാറ്റും എൻട്രീസ് എന്ത് ചെയ്യണം, തറവാക്കി വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് ഇല്ലസ്ട്രേഷൻ 5.2.1 നോക്കുക. ഞാൻ ക്വസ്റ്റിനെ റീഡ് ചെയ്യാമേ. മിനു ആൻഡ് കമ്പനി ഓഫ് ബാംഗ്ലൂർ ഹാസ് their branch at Calicut which sells goods for cash only. ബാംഗ്ലൂരിലുള്ള മിനു ആൻഡ് കമ്പനി അവരുടെ ബ്രാഞ്ചായ കാലിക്കറ്റിലേക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ട്. ബാംഗ്ലൂരിലുള്ള മിനു ആൻഡ് കമ്പനി അവരുടെ ബ്രാഞ്ചായ കാലിക്കറ്റിലേക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ട്. സാധനങ്ങൾ ബ്രാഞ്ചിലെ കയ്യിൽ എത്തിയതിനു ശേഷം അവരെന്ത് ചെയ്യാൻ പോകുന്നത്? സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആ സാധനങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ എന്തിനു മാത്രം എടുക്കാവൂ? ക്യാഷിന് മാത്രമേ വിൽക്കാവൂ. അപ്പോൾ ഈ സെൻറ്റൻസ് മനസ്സിലായല്ലോ. അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞ, ബാംഗ്ലൂരുള്ള മിനു ആൻഡ് കമ്പനി അവരുടെ ബ്രാഞ്ചായ കാലിക്കറ്റിലേക്ക് സാധനങ്ങൾ അയക്കുന്നുണ്ട്. ആ സാധനങ്ങൾ ബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിയതിനു ശേഷം ബ്രാഞ്ചുകാർ എന്ത് ചെയ്യും? ക്യാഷിന് മാത്രം സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ മിനു ആൻഡ് കമ്പനി മീൻസ് ആരാണ്? ഹെഡ് ഓഫീസാണ്. കാലിക്കറ്റ് ആരാണ്? ബ്രാഞ്ചാണ്. കണ്ടല്ലോ. ഓക്കെ, എന്നോട് പറയാണ്, ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ദ ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ച് ഫോർ ദ ഇയർ എൻഡിങ് 31 December 2020. 2020 ഡിസംബർ 31 അവസാനിക്കുമ്പം ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷനുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. 2020 31 ഡിസംബർ അവസാനിക്കുന്ന സമയത്ത് ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചും തമ്മിലുള്ള ട്രാൻസാക്ഷനുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1 January 2020. 2020 ജാനുവരി 1 ആയപ്പോൾ ബ്രാഞ്ചിൽ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടിട്ടുണ്ട്. എത്രയാണ്? 2 ലക്ഷം രൂപ. 2020 ജാനുവരി 1 ബ്രാഞ്ചിൽ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച് സ്റ്റോക്ക്, അതായത് ഓപ്പണിങ്ങിൻ്റെ ബ്രാഞ്ച് സ്റ്റോക്ക്. ഡേറ്റ് കാണുമ്പോൾ അറിയാം ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് ആ ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? ഓപ്പണിങ്ങിൻ്റെ ബ്രാഞ്ച് സ്റ്റോക്കാണ്. എത്ര രൂപ? 2 ലക്ഷം. പിന്നെ പറയുന്നത് ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്നും എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. സപ്ലൈഡ് മീൻസ് എന്താണ്? സെൻഡ് എന്ന് പറയും. എത്ര രൂപ? 5 ലക്ഷം. തേർഡ് വൺ, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്. ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് പണം സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പണത്തിന് വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്? റെൻറ്റ് 2000, അതർ എക്സ്പെൻസ് 1000. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 3000 വരും. മനസ്സിലായോ? അപ്പോൾ ഒരു ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് പണം അയക്കണമെങ്കിൽ അതെന്താണ്? എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതൊക്കെ എക്സ്പെൻസാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻസും അതർ എക്സ്പെൻസും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താണ് എത്ര കാണിച്ചിരിക്കുന്നത്? 3000 കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാഷ് റിസീവ് ഫ്രം ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ. ആ വർഷത്തിൽ, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസം ആവത്തില്ലേ, ആ വർഷത്തിൽ എന്തുണ്ട്? ബ്രാഞ്ചിൽ നിന്നും പണം കിട്ടിയിട്ടുണ്ട്. ബ്രാഞ്ചിന് എവിടുന്ന പണം കിട്ടുന്നത്? ബ്രാഞ്ചിന് സാധനങ്ങൾ സെയിൽ ചെയ്യത്തില്ലേ, അപ്പോൾ അതെന്ത് ചെയ്യും? അതിൽ നിന്നും പൈസ കിട്ടും. ബ്രാഞ്ച് ആർക്കാണ് സാധനം വിൽക്കുന്നത്? കസ്റ്റമേഴ്സിനല്ലേ. കസ്റ്റമർ മീൻസ് ഡെപ്റ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഡെപ്റ്റേഴ്സിന് സാധനം വിൽക്കുമ്പോൾ അവരുടെ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. ആ പൈസ നമ്മൾ എന്ത് ചെയ്യണം? ഹെഡ് ഓഫീസിലേക്ക് അയക്കണം. മനസ്സിലായി? അതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ. ആ വർഷത്തിൽ ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസിന് എന്ത് കിട്ടി? ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ? 6 ലക്ഷം. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് 31 December 2020. 2020 ഡിസംബർ 31 ആയപ്പോൾ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടായിരുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക്. ഇതെന്താണ്? ഓപ്പണിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് ഫസ്റ്റ് ഡേറ്റിൽ. ആ ഡേറ്റിൽ അവസാനിക്കുമ്പോഴോ ക്ലോസിങ്ങിൻ്റെ ബ്രാഞ്ച് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? എത്ര രൂപ? 1,50,000. പിന്നെ പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് പെറ്റി ക്യാഷ്.
ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് എന്ത് കിടപ്പുണ്ട്? ഒരു പെറ്റി ക്യാഷ് കിടപ്പുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് ബ്രാഞ്ച് പെറ്റി ക്യാഷ്. ക്ലോസിങ്ങിൻ്റെ ബ്രാഞ്ച് പെറ്റി ക്യാഷ്. ഈ ക്ലോസിങ്ങിന് നമ്മൾ എന്താ പറയുന്നത്? ബാലൻസ് സി ഡി എന്ന് പറയും. ഓപ്പണിങ്ങിന് എന്താ പറയും? ബാലൻസ് ബി ഡി എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ബാലൻസ് ബി ഡി ആര് മാത്രമേ ഉള്ളൂ? ബ്രാഞ്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ബാലൻസ് ഡി ആരൊക്കെ ഉണ്ട്? ബ്രാഞ്ച് സ്റ്റോക്കും ഉണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷും ഉണ്ട്. എത്ര രൂപ? 100 രൂപ. എന്നിട്ട് പറയാണ് ഫ്രം ദി എബവ് ഇൻഫർമേഷൻ, മുകളിൽ പറഞ്ഞ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പാസ് നെസസറി ജേർണറീസ്. നിങ്ങൾ എന്ത് ചെയ്യണം? ജേർണറീസ് പാസ് ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രിപ്പയർ കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കണം. ഇൻ്റെ ബുക്സ്, ഇൻ്റെ ഹെഡ് ഓഫീസ് ബുക്സ് ഉണ്ടോ? ഹെഡ് ഓഫീസിലെ ബുക്കിലാണ് നമ്മൾ എന്തൊരു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയും ജേർണറീസ് പാസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ, വളരെ സിമ്പിളാണ്. ലോജിക്ക് മനസ്സിലാക്കിയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം, കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ചെയ്യണം, ജേർണറീസ് പാസ് ചെയ്യും. ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം ഒരു ഫോർമാറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർമാറ്റ് കണ്ടല്ലോ. അപ്പോൾ നോക്കിയേ, എത്ര കോളംസ് വരയ്ക്കണം? 4 കോളംസ് വരയ്ക്കണം. ഡെബിറ്റ് സെല്ല് 2 കോളം, ക്രെഡിറ്റ് സെല്ല് 2 കോളം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ആയിട്ട് എന്താണ്? ബാലൻസ് ബി ഡി ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ബാലൻസ് ബി ഡി എന്ന് പറയുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? ആര് മാത്രമേ ഉള്ളൂ? ബ്രാഞ്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് ഏതൊക്കെ ഉണ്ട്? ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഉണ്ട്, ബ്രാഞ്ച് അതർ അസറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ആരെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ? സ്റ്റോക്കിന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഫസ്റ്റ് ഡേയിൽ. അപ്പോൾ അതേത് സ്റ്റോക്കാണ്? ബ്രാഞ്ച് സ്റ്റോക്കാണ് ഓപ്പണിങ്ങിൽ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബാലൻസ് ബി ഡിനായിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് മാത്രം എഴുതിയാൽ മതി. എത്ര രൂപ? 2 ലക്ഷം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ബാലൻസ് ബി ഡി വരുന്ന പോലെ ആര് വരണം? ബാലൻസ് സി ഡി വരണം അല്ലേ? അപ്പം ബ്രാഞ്ച് സ്റ്റോക്കും വേണം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് വേണം, ബ്രാഞ്ച് പെറ്റി ക്യാഷ് വേണം, ബ്രാഞ്ച് അതർ അസറ്റ് വേണം അല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് ആരൊക്കെ മാത്രമേ ഉള്ളൂ? ക്ലോസിങ്ങിന് ആരൊക്കെ മാത്രമേ ഉള്ളൂ? ആര് മാത്രമേ ഉള്ളൂ? ബ്രാഞ്ച് സ്റ്റോക്കും ബ്രാഞ്ച് പെറ്റി ക്യാഷ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ബാലൻസ് സി ഡിയിലും പറഞ്ഞിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് 1,50,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 100 രൂപ. മനസ്സിലായോ? ഓക്കെ. അപ്പം നമ്മുടെ ബാലൻസ് ബി ഡി ബ്രാഞ്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഡെബിറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബി ഡി ഏതൊക്കെയുണ്ട്? ബ്രാഞ്ച് സ്റ്റോക്കും ഉണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ബ്രാഞ്ച് ലയബിലിറ്റീസ് ഉണ്ടോ? അതിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആ ഐറ്റം വേണ്ട. അതോടൊപ്പം തന്നെ ബ്രാഞ്ച് ലയബിലിറ്റീസിയുടെ ക്ലോസിംഗ് ഉണ്ടോ? അതും ഈ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. കേട്ടല്ലോ? അപ്പം നമുക്കുള്ളത് ആരാണ്? അസറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓപ്പണിങ്ങിൻ്റെ അസറ്റും ക്ലോസിങ്ങിൻ്റെ അസറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓപ്പണിങ്ങിൻ്റെ ലയബിലിറ്റീസ് ഇല്ല, ക്ലോസിങ്ങിൻ്റെ ലയബിലിറ്റീസും ഇല്ല. അപ്പം നമുക്ക് ഈ 2 ഐറ്റം വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത നടക്കുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിന്. അതെത്ര പറഞ്ഞിട്ട് താണ്ടെ ഗുഡ്സ് സപ്ലൈഡ് ടു ബ്രാഞ്ച് എത്ര രൂപ? 5 ലക്ഷം രൂപ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് പീരീഡ് താഴെയായിട്ട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എത്ര കാണിക്കണം? 5 ലക്ഷം എന്ന് കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച്. ഉണ്ടോ? ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യും? ക്യാഷ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എക്സ്പെൻസിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അപ്പോൾ റെൻറ്റ് 2000 രൂപ, അതർ എക്സ്പെൻസ് 1000 രൂപ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യണം, ക്യാഷർ ബാങ്കിനായിട്ട് അതിൻ്റെ പ്രാഗിലി എക്സ്പെൻസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ താഴെ ഏതൊക്കെ എക്സ്പെൻസ് ആണെന്നൂടെ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ എക്സ്പെൻസാണ് പറഞ്ഞിരിക്കുന്നത്? റെൻറ്റ് 2000, അതർ എക്സ്പെൻസ് 1000 രൂപ. അപ്പോൾ നമ്മൾ ഇന്നറ കോളത്തിൽ വേണം എഴുതാൻ. റെൻറ്റ് 2000, അതർ എക്സ്പെൻസ് 1000, രണ്ടും കൂടെ കൂട്ടി 3000 രൂപ. അപ്പോൾ എന്ത് ചെയ്യണം? നേരെ ഔട്ടറിൽ കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ബ്രാഞ്ച്. ബ്രാഞ്ച് നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ? 6 ലക്ഷം രൂപ. അപ്പോൾ നമ്മളിവിടെ എഴുതും, താണ്ടെ കണ്ടോ? അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. കണ്ടല്ലോ? ഇത് ഡെബിറ്റ്, ഇത് ഡെബിറ്റ്. ഓക്കെ അല്ലേ? ഇത് ക്രെഡിറ്റ് സെല്ലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷർ ബാങ്ക് നേരിട്ട് എത്ര കാണിക്കണം? 6 ലക്ഷം രൂപ. ഇവിടെ അതിൻ്റെ ബ്രാക്കറ്റിൽ ക്യാഷ് റിസീവ്ഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ഞാൻ ഫോർമാറ്റ് വെച്ച് പറഞ്ഞു തന്നെയാണ്. നമുക്കതിൻ്റെ ആൻസർ കാണിച്ചു തരാം. കണ്ടല്ലോ? ഇതാണ് സംഭവം. ഓക്കെ. വളരെ സിമ്പിളാണ്, ഒരു പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 4 കോളംസ് വരയ്ക്കുക. ഡെബിറ്റ് സെല്ല് 2 കോളം,
ക്രെഡിറ്റ് സൈഡ് 2 കോളംസ് കണ്ടല്ലോ. ഹെഡിങ് എന്തെങ്കിലും കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ അല്ലേ. അത് നമ്മൾ ആദ്യം എഴുതുന്ന ഫസ്റ്റ് സൈഡിലാണ് ടു ബാലൻസ് എഴുതി എന്തെന്ന് പറഞ്ഞു ബ്രാഞ്ച് സ്റ്റോക്ക്. അത് മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. എത്ര രൂപ? 2 ലക്ഷം രൂപ. കണ്ടോ. അടുത്താണ് ടു ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്. എത്ര രൂപ? 5 ലക്ഷം രൂപ. അടുത്തതാണ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. അതിൻ്റെ ബ്രാക്കറ്റ് എക്സ്പെൻസ് ചെയ്യണം. റെന്റ് 2000, അതർ എക്സ്പെൻസ് 1000. രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്രയും 3000 വരും. കണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്തെന്താണ് ക്രെഡിറ്റ് സൈഡ് നോക്കുക. ബൈ ക്യാഷ് ബാങ്ക് അക്കൗണ്ട് നേരിട്ട് എത്ര രൂപ? 6 ലക്ഷം രൂപ. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റ് ക്യാഷ് റിസീവ്ഡ്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി അടുത്തത് ക്ലോസിങ് അസറ്റുകളാണ് അല്ലേ. അത് 2 എണ്ണം പറഞ്ഞിട്ട് ഏതൊക്കെയാണ്? സ്റ്റോക്കും ഉണ്ട്, പെറ്റി ക്യാഷും ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, ബ്രാഞ്ച് സ്റ്റോക്ക് 1,50,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 1000. അത് ഇന്നർ കോളത്തിൽ കാണിക്കണം. അത് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഔട്ടർ കോളത്തിൽ 1,50,100 കാണിക്കുന്നത്. കണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇത്രയും ഐറ്റംസ് ഈ ഫോർമാറ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഓക്കെ. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അല്ലേ. ബാലൻസ് ഇപ്പോൾ നോക്കി, ഈ സൈഡ് കൂട്ടുമ്പം എത്ര വരും? 7,50,100 വരും. ഈ സൈഡ് കൂട്ടിയപ്പോൾ എത്ര വരും? 7,03,000 വരും. ഓക്കെ അല്ലേ. രണ്ടിലെ പിക്കസ് നമ്പർ ഏതാണ്? 7,50,100 ആണ് അല്ലേ. അപ്പോൾ നമ്മളത് ചെയ്യും, താഴെ 2 സൈഡ് ഒരുപോലെ കാണിക്കും. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യണം? രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരും? 47,100 വരും. അത് ഈ സൈഡിലെ കുറവ്. അപ്പോൾ നമ്മൾ താണ്ട് ഡെബിറ്റ് സൈഡ് 47,100 എന്ന് കാണിക്കും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആയിട്ട് എൻ്റെ ബ്രാക്കറ്റ് പ്രോഫിറ്റ്. കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഡിഫറൻസ് എന്താണ്? ജനറൽ P&L അക്കൗണ്ടിൽ മാറ്റണം. അത് ബ്രാക്കറ്റ് പ്രോഫിറ്റ് ആണ്. ഈ സൈഡ് ആ കുറവ് വരികിലോ അവിടെ ലോസ് ആയിരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഒരു പാടില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞു. ഓക്കെ അല്ലേ. ഇനി എന്ത് വേണം? ജേണറീസ് പാസ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങളെന്നെ പറഞ്ഞു എങ്ങനെ എളുപ്പഴി പറഞ്ഞത്? നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡിൽ നോക്കാം അല്ലേ. ഇതെപ്പോഴും ലാസ്റ്റ് എഴുതാം ഈ എൻട്രി കേട്ടോ. അപ്പോൾ എൻട്രി പറഞ്ഞു ഈ സൈഡ് നോക്കുമ്പോൾ എൻട്രി എന്തോ പറഞ്ഞു? കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. എത്ര രൂപ? 2 ലക്ഷം രൂപ അല്ലേ. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. എത്ര രൂപ? 2 ലക്ഷം രൂപ. അപ്പോൾ നോക്കി, ജേണലിൻ്റെ ഫോർമാറ്റ് ഉണ്ടല്ലോ. ഇതൊന്നും വലിയ ഡെക്കറേറ്റീവ് വേണ്ട. നിങ്ങൾ സെൻറ്ററിൽ ജേണൽ എൻട്രീസ് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ജേണൽ മാത്രമാണ്. എത്ര കോളംസ് വരയ്ക്കണം? 5 കോളംസ് വരയ്ക്കണം അല്ലേ. 1 ഡേറ്റ് കോളം, 2 പാർട്ടിക്കുലേഴ്സ്, 3 ഡെബിറ്റ് എമൗണ്ട് കോളം, 4 ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഓക്കെ അല്ലേ. പിന്നെ ചെറിയൊരു LFൻ്റെ കോളം ഉണ്ട്, അത് വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഡേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഡേറ്റ് എപ്പോഴും 1/1/2021 കൊടുക്കണം. കാരണം 2020 ജാനുവരി 1 ഓർമ്മിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 1/1/2020 കൊടുക്കാം അല്ലേ. അപ്പോൾ എന്തോ എൻട്രി? കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. എത്ര രൂപ? 2 ലക്ഷം രൂപ. കണ്ടോ. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. എത്ര രൂപ? 2 ലക്ഷം രൂപ. രണ്ടിലും കോമൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നരേഷൻ എഴുതാം, ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് എഴുതാം. ഓക്കെ അല്ലേ. പിന്നുള്ള ഡേറ്റ് എല്ലാം ക്ലോസിംഗ് ഡേറ്റ് ആണ് കേട്ടോ. ജാനുവരി തുടങ്ങി അവസാനിക്കുന്നപ്പോഴാണ് ഡിസംബറിൽ. അപ്പോൾ നിങ്ങൾ 31/12/2020 എല്ലാത്തിനകത്ത് സെയിം ഒരേപോലെ കൊടുത്താൽ മതി. കണ്ടോ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത എൻട്രി നിങ്ങൾ പറഞ്ഞു ഗുഡ്സ് സെൻഡ് ബ്രാഞ്ചിൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. എത്ര രൂപ? 5 ലക്ഷം രൂപ. കണ്ടല്ലോ. നരേഷൻ എഴുതി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഷോർട്ട്കട്ടായിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തെന്താണ്? കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ എത്ര രൂപയുണ്ട്? 3000 രൂപ. നിങ്ങൾ നരേഷൻ റെന്റ് ആൻഡ് അതർ എക്സ്പെൻസിന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. 3000 മാത്രമേ കാണിച്ചാൽ മതി, ഇത് സെപ്പറേറ്റ് കാണിക്കേണ്ട. അപ്പോൾ എൻട്രി പറഞ്ഞു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട്. കണ്ടല്ലോ. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അവർ നരേഷൻ ഷോർട്ട്കട്ടായിട്ട് ഇരിക്കുകയാണ്. ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ മീറ്റിംഗ് എക്സ്പെൻസസ്. എത്ര രൂപ? 3000 രൂപ. ഈ 3000 എങ്ങനെ കിട്ടി? 2000, 1000 കൂടെ ചേർത്ത് ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ അല്ലേ. ഓക്കെ. ഈ എൻട്രി ലാസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ 3 എൻട്രീസ് കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് സൈഡ് അല്ലേ. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞു ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ നിന്നാണ് തുടങ്ങി, ഇവിടെ നിന്ന് തുടങ്ങണം കേട്ടോ. ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട്. എത്ര രൂപ? 6 ലക്ഷം രൂപ. കണ്ടല്ലോ. അപ്പോൾ നരേഷൻ എഴുതും ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാങ്ക്. ഓക്കെ. ഡേറ്റ് ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ അടുത്ത പറഞ്ഞ് 2 CD വരുന്നുണ്ട് അല്ലേ.
അപ്പോൾ 2 ഡെബിറ്റ് വരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് 1,50,000, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1000 ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് എത്ര കാണിക്കണം? 1,50,100 കേട്ടോ. ഇത് രണ്ടുപേരെ ഡെബിറ്റ് ചെയ്യും. ഇത് രണ്ടുപേരെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് ചെയ്യണം, ഡെബിറ്റ് തന്നെ കാണിക്കണം. 1,50,000 100 ഡെബിറ്റ് കാണിക്കണം. ടു കാലിക്കറ്റ് ബ്രാഞ്ചിൻ്റെ അപ്പോൾ രണ്ടിൻ്റെ ടോട്ടൽ എത്രയാണ്? 1,50,100 കണ്ടല്ലോ. കണ്ടോ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് 1,50,000 100 രണ്ടോ കൂട്ടുമ്പോൾ എത്ര വരും? 1,50,100 വരും കേട്ടോ. നരേഷൻ എഴുതും ക്ലോസിംഗ് ബാലൻസസ് റെക്കോർഡ് കണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തെന്താണ്? അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എൻട്രിയും കൂടെ എഴുതാം അല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്ര രൂപ? 47,100 കണ്ടല്ലോ. കാലിക്കറ്റ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 47,100 രണ്ടിലും ഒരേപോലെ കാണിക്കണം. നരേഷൻ എഴുതും പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ജനറൽ പി ആൻഡ് അക്കൗണ്ട് എത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ പറ്റി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ക്യാഷ് എഴുതാം അല്ലെങ്കിൽ ബാങ്കിൽ എഴുതാം കേട്ടോ. ഏതെഴുതിയാലും കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഒരു കാര്യം പറയാൻ പറ്റി, പർട്ടിക്കുലേഴ്സിന് എപ്പോഴും വലിയ കോളം വേണം. കാണാം എഴുതാനുള്ള ഐറ്റംസ് നോക്കണം കേട്ടോ. എമൗണ്ടിന് സ്മോൾ കോളം മതി. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. അപ്പോൾ നമ്മൾ ഈ ഫോർമാറ്റ് വെച്ചാണ് നമ്മളിത് എൻട്രി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ഈ ഫോർമാറ്റ് നല്ലപോലെ പഠിച്ചു ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല കേട്ടോ. പിന്നെ അതേപോലെ ഇത് ഡിസോർഡർ ആവാൻ പാടില്ല. ഓർഡർ എപ്പോഴും ഏതാ വേണ്ടത്? താണ്ടേ ഇതും ഓർഡർ ആയിരിക്കണം, ഇതും ഓർഡർ ആയിരിക്കണം, ഇതും ഓർഡർ ആയിരിക്കണം, ഇതും ഓർഡർ ആയിരിക്കണം. ബാക്കി ഡിസോർഡർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഉള്ളവരെ വെച്ച് മാത്രം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് ആരില്ലായിരുന്നു? റാങ്ക് ലൈബ്രറീസിൻ്റെ ബാലൻസ് പി ഡി ഇല്ലായിരുന്നു, അതിൻ്റെ സി ഡി ഇല്ലായിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തപ്പോൾ അവിടെ റിട്ടേൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഐറ്റം ഇല്ലല്ലോ, അപ്പോൾ ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്, ഒരു പാടുമില്ല. തനിയിൽ ചെയ്ത് നോക്കണം. ഓക്കെ.